Hi friends, welcome to AksLearning. AksLearning-ലേക്ക് സ്വാഗതം. Today we are discussing object-oriented programming. Object-oriented programming. Okay, let us start. Object-oriented programming treats data as a critical element in the program development and does not allow it to flow freely around the system. അതായത് നമ്മൾ POP അതായത് പോപ്പ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡേറ്റയെ കഴിഞ്ഞും ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് ആണ്. ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഫങ്ഷൻസ് റാദർ ദാൻ ഡേറ്റനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് ഫങ്ഷൻസിനായിരുന്നു. അപ്പം ഇവിടെ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ചിലപ്പോൾ ഡേറ്റ സെൻസിറ്റീവ് കേസസിൽ സം ഇഷ്യൂസ് എല്ലാം ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഫങ്ഷൻസിനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് ഡേറ്റക്കാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഗ്ലോബൽ ഡേറ്റ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഗ്ലോബൽ ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൾ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഒരു ഫങ്ഷനുള്ള എല്ലാ പ്രോഗ്രാമിനും ഗ്ലോബൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഡേറ്റ ആ ഒരു പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ദാറ്റ് ഗ്ലോബൽ ഡേറ്റ ക്യാൻ ബി ഷെയർഡ് ഓൾ ദ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു, POPയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു അത് നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ദാറ്റ് ഡിസഡ്വാൻറ്റേജസ് ഈസ് സോൾഡ് ഇൻ ദിസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ട്രീറ്റ് ഡേറ്റ ആസ് എ ക്രിറ്റിക്കൽ എലിമെൻറ്റ് ഇൻ ദ പ്രോഗ്രാം rather than the function program development and does not allow it to flow freely around the system. Okay, that disadvantages can be solved. Okay, it ties data more closely to the functions that operate on it. അതായത് it ties data more closely to ഫങ്ഷൻസിനോട് ക്ലോസ് ആയിട്ടായിരിക്കും ഡേറ്റ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഫങ്ഷൻ ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ഇറ്റ്, ഏത് ഫങ്ഷനാണോ ഡേറ്റയുടെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഫങ്ഷനുമായിട്ട് ഡേറ്റ ക്ലോസ്ലി ടൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം ആക്സിഡൻ്റൽ മോഡിഫിക്കേഷൻ ഫ്രം ഔട്ട്സൈഡ് ദ ഫങ്ഷൻസ്. വേറൊരു ഫങ്ഷനിൽ നിന്ന് വരുന്ന ആക്സിഡൻ്റൽ മോഡിഫിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി. കാരണം അത് POPയുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഗ്ലോബൽ ഡേറ്റ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്ലോബൽ ഡേറ്റനെ എല്ലാ ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് ഈ ഡേറ്റയും അതേപോലെ ഡേറ്റയുടെ മുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷനും ഒന്നിച്ച് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡേറ്റേനെ വേറൊരു ഫങ്ഷൻ്റെ അറ്റാക്കിൽ നിന്ന് ആ ഒരു ഫങ്ഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഊപ്പ് അലൗ ഡീകമ്പോസിഷൻ ഓഫ് എ പ്രോബ്ലം ഇൻ ടു എ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് കോൾഡ് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഒബ്ജക്റ്റാണ് നമ്മളിവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഊപ്സ് അലൗസ് ഡീകമ്പോസിഷൻ ഓഫ് എ പ്രോബ്ലം ഇൻ ടു എ നമ്പർ ഓഫ് എൻറ്റിറ്റീസ്. അതായത് ഒരു പ്രോബ്ലത്തിനെ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ആയിട്ട്, ആ എൻറ്റിറ്റീസ് നമ്മൾ എന്താ പറയുന്നത്, വിച്ച് ഇസ് നോൺ ആസ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ബിൽഡ്സ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് അറൗണ്ട് ദീസ് ഒബ്ജക്റ്റ്. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിന് അറൗണ്ട് ചെയ്തിട്ട് ഡേറ്റയും ഫങ്ഷൻസും സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിൽഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ദ ഡേറ്റ ഓഫ് ആൻ ഒബ്ജക്റ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ദ ഫങ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ്. ഹവർ ഫങ്ഷൻസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ക്യാൻ ബി ആക്സസ് ദ ഫങ്ഷൻസ് ഓഫ് അതർ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഫിഗറിൽ നിന്ന് ഇതൊരു ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ഊപ്പ്. അതാണ് ഇത് പറയുന്നത്, ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ഊപ്പ്.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഡേറ്റ ഓഫ് ദ ഒബ്ജക്റ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ഫങ്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഒബ്ജക്റ്റ്. അതായത് ഇവിടെയാണ് നോക്കുക, ഈ ഒരു ഡേറ്റനെ ഈ ഒരു ഫങ്ഷനുമായിട്ട് ഈ ഒബ്ജക്റ്റിലുള്ള ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിലുള്ള ഡേറ്റ ആൻഡ് ഫങ്ഷൻ, ദിസ് ഡേറ്റ ആൻഡ് ഫങ്ഷൻ ഇസ് ബിലോങ്ങിങ് ടു ഒബ്ജക്റ്റ് എ. അപ്പം ഒബ്ജക്റ്റ് എയിലെ ഈ ഡേറ്റനെ ഈ ഫങ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ് കനോട്ട് ബി ആക്സസ്ഡ് ഫങ്ഷൻസ് ഇൻ ഒബ്ജക്റ്റ് ബി. ഒബ്ജക്റ്റ് ബിയിലുള്ള ഈ ഫങ്ഷന് ഇതിനെ ഈ ഒരു ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഫങ്ഷൻ ഇൻ ദിസ് ഒബ്ജക്റ്റ് ക്യാൻ ബി ഓൺലി ആക്സസ് ദിസ് ഡേറ്റ. ഈ ഡേറ്റനെ ഈ ഒരു ഫങ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബട്ട് ഇവിടെ പറയാൻ നോക്കുക, with that object, however, functions of one object, ഒരു ഒബ്ജക്റ്റിലെ ഫങ്ഷന് ക്യാൻ ബി ആക്സസ്ഡ് ദ ഫങ്ഷൻ ഓഫ് അതർ ഒബ്ജക്റ്റ്. അപ്പം ഇവിടെ പറയുന്ന നോക്കുക, ഒബ്ജക്റ്റ് എയിലുള്ള ഈ ഫങ്ഷന് ക്യാൻ ആക്സസ് ദ ഫങ്ഷൻസ് ഓഫ് അതർ ഒബ്ജക്റ്റ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ബിയിൽ ഈ ഫങ്ഷന് ഈ ഒരു ഫങ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഫങ്ഷൻസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ക്യാൻ ബി ആക്സസ് ബൈ ഫങ്ഷൻസ് ഓഫ് അതർ ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റ് ബിയിൽ ഈ ഫങ്ഷൻ എനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഈ സിയിലുള്ള ഈ ഫങ്ഷനെ ഒബ്ജക്റ്റ് എയിലുള്ള ഫങ്ഷനും ഒബ്ജക്റ്റ് ബിയിലുള്ള ഫങ്ഷനും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ദിസ് ഈസ് ദ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ OOP. ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷനെയും ഒബ്ജക്റ്റ് എയിലെ ഫങ്ഷനും ഒബ്ജക്റ്റ് ബിയിലെ ഫംഗ്ഷൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എയിലെയും ഒബ്ജക്റ്റ് സിയിലെയും ഫങ്ഷൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒബ്ജക്റ്റ് ബിയിലെ ഒബ്ജക്റ്റ് സിയിലെയും ഫങ്ഷൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ OOP. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. എംഫസൈസ് ഈസ് ഓൺ ഡേറ്റ റാദർ ദാൻ ദ പ്രൊസീജിയർ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസിനായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷേ ഇവിടെ എന്താണ്, ഡേറ്റക്കാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു വാട്ട് ആർ നോൺ ആസ് ഒബ്ജക്റ്റ്. പ്രോഗ്രാംസ് എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആയിട്ട്. POPയിൽ എന്താ ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫങ്ഷൻസ് ഇൻ procedure oriented programming, but here program are divided into what are known as object. Okay, the next one, data structures are designed such that they characterized the object. Data structure design ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, data structure are designed such that they characterize the object. ഒബ്ജക്റ്റിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. The next one, functions that operate on the data of an object are tied together in a data structure. ഫങ്ഷൻസും ഡേറ്റാസും ഓഫ് ഒരു ഒബ്ജക്റ്റിലെ ഫങ്ഷൻസും ഡേറ്റാസും ആർ ടൈഡ് ടുഗദർ ഇൻ എ ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിലായിരിക്കും അത് രണ്ടും കൂടെ ടൈ ചെയ്തിട്ടുണ്ടാവുക. ഏതൊക്കെ ഫങ്ഷൻസും ബൈൻഡ് ചെയ്തിട്ടുണ്ടാവുക, ഫങ്ഷൻസും അതേപോലെ തന്നെ ഡേറ്റയും. ഇനി നെക്സ്റ്റ്, ഡേറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഡേറ്റ ഹിഡൻ ആണ്, കാരണം ഒരു ഒബ്ജക്റ്റിലുള്ള ഡേറ്റനെ വേറൊരു ഒബ്ജക്റ്റിലുള്ള ഫങ്ഷന് കാണാൻ പറ്റില്ല. ദ ഡേറ്റ ഈസ് ഹിഡൻ ഫോർ ഫങ്ഷൻസ് ഇൻ അതർ ഒബ്ജക്റ്റ്, ബട്ട് ഡേറ്റ ഈസ് വിസിബിൾ ഓൺലി ഫങ്ഷൻസ് ഇൻ ദ സെയിം ഒബ്ജക്റ്റ്. ഓക്കെ, ഡേറ്റ ആ ഒരു ഒബ്ജക്റ്റിലുള്ള ഫങ്ഷനിന് വിസിബിൾ ആയിരിക്കും, പക്ഷേ ഡേറ്റ ഈസ് ഹിഡൻ ആൻഡ് കാനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻ. എക്സ്റ്റേണൽ ഫങ്ഷൻ മീൻസ് ഫങ്ഷൻസ് ഇൻ അതർ ഒബ്ജക്റ്റ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത്, നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ഒബ്ജക്റ്റ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ഫങ്ഷൻസിലൂടെയാണ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഫിഗറിൽ പറഞ്ഞിരുന്നു, ഒബ്ജക്റ്റ് എയും ഒബ്ജക്റ്റ് ബിയും തമ്മിൽ ഫങ്ഷൻസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ന്യൂ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ആർ ഈസിലി ആഡഡ് വെനെവർ നെസസറി. ന്യൂ ഡേറ്റയും ഫങ്ഷൻസും ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ POPയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച് ഇൻ പ്രോഗ്രാം ഡിസൈൻ. ഓക്കെ, ബോട്ടം അപ്പ് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അത് വേറൊരു വീഡിയോയിലൂടെ പറയാം. ബട്ട് ഇപ്പോൾ ഓർത്ത് വെക്കുക, ഫോളോസ് ബോട്ടം അപ്പ് അപ്രോച്ച് ഇൻ പ്രോഗ്രാം ഡിസൈൻ. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ. ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇറ്റ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് it is bottom up approach. Okay, here gives a definition for object oriented programming. Okay, നമുക്ക് നോക്കാം. Definition: object oriented programming is an approach that provide a way of modularizing program by creating partitioned memory area for both data and functions that can be used as a template for creating copies of such a module on demand. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. അതായത് ദ പ്രോഗ്രാം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് മീൻസ് എന്താണ്? എ സ്പെഷ്യലൈസ്ഡ് മെമ്മറി ഏരിയ ഫോർ ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ബിലോങ്ങിങ് ടു ദാറ്റ് ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ ബിലോങ്ങിങ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനും അതേപോലെ തന്നെ ഡേറ്റയ്ക്കും വേണ്ടിയിട്ട് ഉള്ള പാർട്ടീഷൻ്റെ മെമ്മറി ഏരിയ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് പ്രൊവൈഡ് എ വേ ടു മോഡുലറൈസ് മീൻസ് ഡിവൈഡിങ് ദ പ്രോഗ്രാം ബൈ, എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ ക്രിയേറ്റിംഗ് പാർട്ടീഷൻ്റെ മെമ്മറി ഏരിയ. ഒരു പാർട്ടീഷൻ്റെ മെമ്മറി ഏരിയ ക്രിയേറ്റ് ചെയ്യും ഫോർ ബോത്ത് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസും ഡേറ്റയ്ക്കും വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ക്രിയേറ്റിംഗ് കോപ്പീസ് ഓഫ് സച്ച് മോഡ്യൂൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ അതൊരു ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷനാണ് ഇത്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് നോക്കാം, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റാണ്. മെയിനായിട്ട് നമുക്കറിയാം ഒബ്ജക്റ്റ്, ദെൻ ക്ലാസ്സസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഡൈനാമിക് ബൈൻഡിങ്, മെസ്സേജ് പാസിംഗ്. ഇതൊക്കെയാണ് ബേസിക് കൺസെപ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ. അപ്പോൾ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഹെറിറ്റൻസും പോളിമോർഫിസം, നമ്മളിപ്പോൾ ജാവ പഠിക്കുന്ന കേസിലാണെങ്കിലും ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക്, കമൻറ്റ്. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എൻ്റെ ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വൺസ് അഗെയിൻ.